പിഴുതെടുക്കുവോ? വന്ന് കിടക്ക ക്ലീറ്റ്. എന്ത് കാര്യത്തിന് ഇങ്ങനെ ജനലമേ തൂങ്ങി നിക്കണ്? അമ്മ കെട്ടിത്താ കിടക്കാൻ നിങ്ങൾക്ക് എന്താന്ന് ഇപ്പൊ ഇത്ര വലിയ പ്രശ്നം? മുഖം ഒറ്റ കൊട്ടയുണ്ടല്ലോ. പാർട്ടിയുടെ കാര്യം ആകെ പ്രതിസന്ധിയില്ല. അതിപ്പോ നേരത്തെ അങ്ങനെ തന്നെയല്ലേ? എന്റെ ക്ലീറ്റോ അത് പോവാണെങ്കിൽ അങ്ങ് പോട്ടെ. നമുക്ക് വേറെ എന്തെല്ലാം ബിസിനസ് ഉണ്ട്. ക്ലീറ്റിന് വരുമാനം കിട്ടണമെന്നല്ലേ ഉള്ളൂ. അതെ, പെറ്റമ്മയ്ക്ക് എന്തെങ്കിലും അസുഖം ഒന്നും കിടപ്പായി പോയി എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് പാടെ തള്ളി പറയാനൊന്നും പറ്റില്ല. ഞങ്ങളെ പാർട്ടിക്കാരങ്ങനെ പഠിച്ചിട്ടുമില്ല. ചിരിപ്പിക്കല്ലേ ക്ലീറ്റോ? പെറ്റമ്മേനെ പറ്റിച്ചാണല്ലോ ഇത്ര നാളും ഓരോ കാര്യം സാധിച്ചോണ്ടിരുന്ന. അപ്പൊ അതോ പറ്റിക്കണേന് കുഴപ്പമില്ല അല്ലേ? ആരെ പറ്റിച്ചു? ആരെ പറ്റിക്കുന്നതാണ്? ആവശ്യമായത് പറയരുത്. അതെ, മര്യാദ കിടന്ന് ഉറങ്ങുള്ളൂ. അതെ, മറ്റന്നാളാണ് കറണ്ട് ബില്ല് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. അതൊന്ന് അടച്ചു തരാൻ പറ്റുമോ? ഞാൻ മേശപ്പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് ബില്ല്. പൈസ ഉണ്ടല്ലോ അല്ലേ? എൻ്റെ പൈസ ഒന്നുമില്ല. ഇല്ലേ? ഇല്ല, ഇച്ചിരി പൈസ വരാനുണ്ട്. ഈ രാത്രി വരുമോ? രാത്രി ചൊറിയാൻ നിൽക്കല്ലേ തങ്കം. എന്നാലേ എനിക്ക് കുറച്ച് പൈസ വരാനുള്ളത് വന്നിട്ടുണ്ട്. പൈസ വരാണ്ടായിരുന്നു? ആകാശത്തുനിന്ന് പൊട്ടി വീണത്. ഞാൻ തയ്ച്ച പൈസ കിട്ടിയോ? കിട്ടി. അധികമൊന്നുമില്ല, കുറച്ചേ ഉള്ളു. ആ പൈസ കൊണ്ടുപോയി എന്നാ കറണ്ട് ബില്ല് അടച്ചിട്ടും ഇങ്ങോട്ട് വരാൻ പറ്റുമോ? നോക്കാം. അവിടെ പൈസയും ബില്ലും കൂടി വെച്ചിട്ടുണ്ട്. കിടക്കണില്ലെന്ന്. എനിക്ക് കുറേ കാര്യങ്ങളിലൂടെ പ്ലാൻ ചെയ്യാനുണ്ട്. നിങ്ങളങ്ങ് കിടന്നാൽ മതി. പ്ലാനിങ് ഒക്കെ കഴിഞ്ഞിട്ട് കിടന്നോട്ടോ. പ്ലാനിങ് മാത്രം നടക്കും. അയ്യോ കിടക്കുമ്പോ ലൈറ്റാണ് ചേക്കണേ. ഓടി വാ. ലേറ്റായി പോലെ. പിന്നെ നീ ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയിട്ട് മറ്റേ വണ്ടി പോയി നോക്കണം. ഞാൻ മോനെ വിളിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ടോ? മോൻ അവിടെ വരെ ഒമിനിയാണ്, നല്ല വണ്ടിയാ, വല്ല കിട്ടണ വണ്ടിയാ. പിന്നെ ഈ കറണ്ട് ബില്ല് കൃത്യമായിട്ടൊന്ന് അടച്ചേക്കണം. അല്ലെങ്കിൽ ഇനി അതിന്റെ പേരിൽ തങ്കം സ്വസ്ഥത തരൂല. നീ എടുത്ത് മറിച്ചളയല്ലേ? 200 രൂപ. 200 രൂപ? എന്തിന്? എന്റെ പൈസ ഒന്നും. അതിപ്പോ നീ പിന്നെ ഇത് അടയ്ക്കാൻ പോകുമ്പോഴേ ഇതില് ബാക്കി കൂടെ നീ കയ്യിൽ നിന്ന് വെക്കേണ്ടി വരും. കാരണം ഇത് 500 രൂപ, 130 രൂപ ബാക്കി വെക്കേണ്ടി വരും. 630 രൂപയുടെ ബില്ല് ഞാൻ തരാം, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത്. ഇപ്പൊ നിന്റെ വീട്ടിലെ എല്ലാ ചെലവും ഞാൻ നോക്കുന്ന അവസ്ഥയാണല്ലോ. അത് നീ അങ്ങനെ സംസാരിക്കണം. ആളിയാ കഴിഞ്ഞ ആഴ്ച മോട്ടോർ നന്നാക്കാൻ ആള് വന്നിട്ട് അവനെ 150 രൂപ നീ കുറ്റി വെച്ചില്ലേ? അപ്പൊ 200 രൂപ എന്റെ വാങ്ങിച്ചു. നീ ഒരുപാട് കണക്ക് പറയാ. നീ ഇപ്പൊ നോക്കാൻ പോണ വണ്ടി ഉണ്ടല്ലോ, അതിൽ നിനക്ക് ഞാൻ ന്യായമായ കമ്മീഷൻ വാങ്ങിച്ചു തരാം. അതിലെല്ലാം കൂടെ നമുക്ക് സോൾവ് ചെയ്യാം. പ്രശ്നം തീർന്നല്ലേ? പോ. ഒരു 200 രൂപ ചോദിച്ചോളൂ. എന്റെ അളിയ ആപത്തിൽ സഹായിക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത് കേട്ടാ. അളിയാ, എനിക്കാണെ ആകപ്പാട് നീയാണോ ഏറ്റവും നല്ലൊരു സുഹൃത്ത്. നിനക്കാണെ ആപത്തൊഴിഞ്ഞ നേരമില്ല. നീ ചെല്ല്. ഞാൻ പോട്ടെ. ഒതുങ്ങിപ്പോ വണ്ടി. വണ്ടി. പ്രസിഡന്റ് തന്നെ ആയിരുന്നല്ലേ? എനിക്ക് പ്രസിഡന്റ് തന്നെ. നമസ്കാരം. നമസ്കാരം. എടോ, താൻ ഇവിടെ ഇങ്ങനെ നിന്നാ മതിയോ? എടോ, ഇത് താൻ ഒരു ഉത്തരവാദിത്വം വേണ്ടേ? ഇത് തന്റെ പാർട്ടിയാണ്. ഞാൻ പ്രസിഡന്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഇറങ്ങി പ്രവർത്തിക്കേണ്ടത് താനാ. അല്ല, ഞാന് പുറത്തോട്ട് ഇറങ്ങാനായിട്ട് മീറ്റിംഗ് ഉണ്ടേ. മീറ്റിംഗ് ഉണ്ട്. മീറ്റിംഗുമായിട്ട് നടന്നാ മതിയോ? അല്ല, ഇപ്പൊ എന്താണ് പ്രശ്നം? എടോ ജനങ്ങൾ മുഴുവൻ അവന്റെ പിന്നാലെ അവൻ കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ്. അത് താൻ മനസ്സിലാക്കണം. അല്ല, സത്യം പറഞ്ഞാൽ അണികൾ നമുക്കാ കൂടുതലുള്ളത്. അണികൾ തന്റെ കൂടെയാ, ജനങ്ങൾ മുഴുവൻ അവന്റെ കൂടെ. അത് ജനങ്ങളുടെ കുഴപ്പമാണ് പ്രസിഡന്റ്. നമ്മളെന്ത് ചെയ്യാനാണ്? എടോ, ഇന്ന് തന്നെ ഇവിടെ ഒരു മരണം നടന്നു. താൻ അറിഞ്ഞോ? അതുപോലും അറിഞ്ഞില്ല. ഇതാ തന്റെ കുഴപ്പം. എടോ, ആ ഓട്ടോക്കാരൻ മുരുകൻ മരിച്ചു. അവൻ മരിച്ചോ? നമുക്കെന്ത് പ്രസിഡന്റ്? നമുക്കൊന്നുമില്ലേ? എടോ, അവന്മാർ അവിടെ ചെന്ന് അവനെ അവരുടെ രക്തസാക്ഷിയാക്കുന്നതിന് മുമ്പ് അവനെ നമ്മുടെ രക്തസാക്ഷിയാക്കണം. അപ്പൊ അവന്റെ കൂടെ നിൽക്കുന്ന ആളുകൾ മുഴുവൻ നമ്മുടെ കൂടെ ഇങ്ങനെ പോരും. എടോ, ഇങ്ങനെ ഒരു 10 മരണം കിട്ടിയാൽ മതി. ഒരു 19 പേർക്ക് പോരില്ലേ? അതിന് എത്രയും പെട്ടെന്ന് നമ്മൾ റീത്ത് സംഘടിപ്പിക്കണം. അത് ചെയ്യാം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. ഇന്നിപ്പോ ഞാൻ റീത്തിലേക്കുള്ള ഏർപ്പാടുണ്ടാക്കട്ടെ. 5 മണിയാകുമ്പോൾ ഞാൻ വിളിക്കും. 5 മണിയാകുമ്പോൾ വിളിക്കുമ്പോൾ എല്ലാം റെഡി ആയിരിക്കണം. നോക്കിയോ, ഇന്ന് ഒരു 100 പേരെങ്കിലും നമ്മളെ പാർട്ടിയിലോട്ട് വരും. അത് വേണം. പിന്നെ പ്രസിഡന്റ് ഇടയ്ക്കിടയ്ക്ക് ഡൽഹിയിൽ നിന്ന് പറഞ്ഞു ഇതുപോലത്തെ ഉപദേശങ്ങൾ തരാൻ. ഞാൻ ഡൽഹിയിലാണെങ്കിലും എന്റെ മനസ്സ് വിടല്ലേ. ആയിക്കോട്ടെ, വേഗം ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളും. എനിക്ക് ഇച്ചിരി തിരക്കുണ്ട് കേട്ടോ. പോട്ടെ.
ഒരു കാര്യം ഒരു എന്താ കറണ്ട് ബില്ല് അടയ്ക്കാൻ പോയ ആള് ഒന്നും പറയണ്ട തങ്കം. ഇതല്ലേ കറണ്ട് ബില്ല് അടയ്ക്കാൻ ഞാൻ എന്താന്ന് കറണ്ട് വില കടക്കാൻ ഞാൻ അൻസാറിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ കാര്യം ഇത്രേ ഉള്ളൂ. ക്ലീറ്റോന് പിന്നെ എന്താ ക്ലീറ്റോ പണി? തങ്കം ഞാനേ ആകെ ഒരു പ്രതിസന്ധിയിലാണ്. എന്താ എടി നമ്മുടെ മുരുകൻ പോയിടി. ഏത് എപ്പോ എങ്ങോട്ട് പോയി എന്താ? എടി മുരുകനിൽ നമ്മുടെ പാർട്ടിയിലാണ് ഓട്ടോറിക്ഷ ഒക്കെ ഓടിച്ചോണ്ടിരുന്ന മുരുകൻ. നമ്മുടെ ഇവിടെ എപ്പോഴും അവൻ അയാൾ ആരാന്ന് നിങ്ങളുടെ പാർട്ടിയിലാണ്. അയ്യോ എനിക്കറിയില്ലായിരുന്നല്ലോ പാർട്ടിയിൽ അണിയായത്. നിനക്ക് എന്റെ പാർട്ടിയിൽ എത്ര അണികൾ അറിയാം? നിങ്ങളുടെ പാർട്ടിയിൽ ആകെ 9 പേരുണ്ടാവും. 9 പേരെ എനിക്കറിയാം. കൂടുതൽ കളിപ്പടിക്കല്ലേ കേട്ടോ. ഒരു മരിച്ചെന്ന് പറയുമ്പോൾ അവക്കും എനിക്കും അതന്നെ പറയാനുള്ള. ഒരാള് മരിച്ചു കിടക്കുക, അതും വിറ്റ് കാശാക്കല്ലേ. എടി മുരുകനെ ഞങ്ങളുടെ പാർട്ടിയിൽ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനാണ്. ആ കഴിഞ്ഞ സമരത്തിനൊക്കെ അപ്പൊ എന്തൊരു ആവേശമായിരുന്നു. എന്നാലും ഞാനേ എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ലേ. ഈ പക്ഷെ ഇത് ഇങ്ങനെ പറഞ്ഞാൽ വിശ്വസിക്കില്ല ക്ലീറ്റോ. ഇച്ചിരി കൂടി ഇമോഷനും വരട്ടെ, കരകി എന്നാലേ നമുക്ക്. അതെ, ഒരുത്ത് കൂടെപ്പറപ്പ് പോകുമ്പോൾ അതിൻ്റെ വേദന അങ്ങനെ പോയവരൊക്കെ അറിയാവൂ കേട്ടോ. ആവശ്യമില്ലാതെ എൻ്റെ വിധം മാറ്റരുത്. ഇപ്പം ആശുപത്രി പോയിട്ട് എൻ്റെ ബോഡി വീട്ടിലെത്തിക്കണം. ആകെ ഇത്രയും പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ സംഭവിക്കണതേ. ഏ 1500 രൂപ എടുക്കണ്ടോ? പൈസ 1500 രൂപ എടുക്കാം, ഞാൻ വന്നിട്ട് തരാം. വേണ്ട, വന്നിട്ടും വേണ്ട, ഒന്നും വേണ്ടേ. റീത്ത് വാങ്ങണം ഇനിയിപ്പോ. എൻ്റെ വെള്ളം ഇവിടെ ഉണ്ട്, തേച്ചിട്ടോ. അത് തേച്ചെങ്കിലും ഇട്ടോ. നീ പൈസ തരണ്ട, അത് തേച്ചിട്ടോടി. കാണാം. ഒരു കാര്യമൊന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. കിട്ടിയോ? വെള്ളം കിട്ടിയോ? ഒരു റീത്തും കൂടി ഞാൻ മേടിച്ചു തരട്ടെ? തങ്ക കൂടുതൽ തമാശ അടിക്കരുത് കേട്ടാ. മുകളിൽ ഒരാളെല്ലാം കണ്ടോണ്ടിരിപ്പുണ്ടെന്ന് ഓർത്തോ ക്ലീറ്റോ. ആ അതന്നെ എനിക്കും പറയാനുള്ളത്. ഇന്ന് കാണുന്നവനെ നാളെ കാണൂല. ഒരാൾ ഇല്ലാതാകുമ്പോഴേ അതിന്റെ വിഷമം അറിയാൻ പറ്റും. ഒരുത്തന്നെ വീട്ടിൽ അവന്റെ അവസ്ഥ എന്താണെന്ന് നിനക്ക് അറിയാമോ? അപ്പൊ തമാശയാണ് അവക്ക്. എണ്ണ എവിടെ ഉണ്ട്? കിട്ടിയാ? ഇങ്ങനെ കിടന്ന് ആദ്യം പിടിക്കണേ അണികളങ്ങോട്ട്. ഞാൻ കുളിച്ചിട്ട് വരുമ്പോ വെള്ളം തേച്ചിട്ടാണോ ഉള്ള കാര്യം? തേച്ചിട്ടിട്ടുണ്ട് ക്ലീറ്റോ, എന്റെ പൊന്നോ. ഇത് ഭയങ്കര കഷ്ടാണല്ലോ. ഇത് നാട്ടിൽ ആര് മരിച്ചാലും എനിക്കാണുള്ള തലവേദന. നിങ്ങളെന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞാൻ അങ്ങോട്ട് വരുമല്ലേ. ബോഡി അവർ കൊണ്ടുപോയി. എവിടെ കൊണ്ടുപോയി? വീട്ടിൽ കൊണ്ടുപോയിണ്ടാവും. വീട്ടിൽ കൊണ്ടുപോയോ? ഓ അയ്യോ, അപ്പൊ ഇനിയിപ്പോ നമുക്ക് എന്നാ വീട്ടിലോട്ട് പോകാ നല്ലത്. അവിടെ അമ്പിളിക്കൂട്ടൻ ബാച്ച് നിപ്പുണ്ടായിരുന്നു. എവിടെ? ആശുപത്രിയില്ലേ? എന്റെ കർത്താവ്, ഇവനെ കൊണ്ട് ഒരു രീതിയിലും മനുഷ്യന് സമാധാനം തരില്ല എന്ന് പറഞ്ഞാൽ നമ്മളൊരു രക്തസാക്ഷി നഷ്ടപ്പെടും. അതിന് മുമ്പ് നമുക്ക് വീട്ടിൽ എത്തണം. നമുക്ക് പാർട്ടി ഒരു ബുക്ക് വാങ്ങിക്കണം. ബുക്ക ഒക്കെ മാത്രമാക്കണ്ടടാ, ഒരു ഹാരവും വാങ്ങിച്ച് നമുക്ക് നാദുരം ചെണ്ടമേളം കൂടെ ആക്കി കല്യാണം കൂടെ നടത്താം. കഴുത റീത്തടാ, റീത്ത്. ഞാൻ ഉദ്ദേശിച്ചത് സാർ വീട് അറിയില്ല. നമുക്ക് വീടറിയാൻ നമുക്ക് ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ ചോദിക്കാം. നിങ്ങൾ നടക്കും. വൈകി പോയാലും നമ്മളെ രക്തസാക്ഷി കൈവിട്ടു പോകും. ഒന്ന് അണങ്ങി വേടാ. ഓ സഞ്ചാരം മാത്രം ആക്കണ്ടടാ. നിന്നെ ഞാൻ 28 കൂട്ടാം. അതെ, നമ്മുടെ ഇന്നലെ ഒരു ഓട്ടോ ഓടിക്കുന്ന മുരുകൻ എന്ന് പറഞ്ഞൊരു പയ്യൻ മരിച്ചില്ല. അവരുടെ വീട് അറിയാമോ? അറിയില്ല. അപ്പുറത്ത് ചോദിക്കോ സാർ? അതെ, നമ്മുടെ ഓട്ടോറിക്ഷയൊക്കെ ഓടിച്ചുകൊണ്ടിരുന്ന ഒരു മുരുകേശ്വരൻ എന്നാണ് അവന്റെ പേര്. മുമ്പ് ഇവിടെ മരിച്ചു. വീടറിയാമോ? അത് ശാസ്താനഗർ ആ ഭാഗത്താണ്. ശാസ്താനഗർ എന്ന് പറയുന്നത് ഇവിടുന്ന് ചെല്ലുമ്പോൾ ആദ്യത്തെ ലെഫ്റ്റ് സൈഡ്. അവിടെ വീട് അറിയാമോ എവിടെയാണെന്നുള്ളത്? ക്ലിയർ ആയിട്ട് വീട് അറിയില്ല. ശാസ്താനഗറിലാണല്ലോ, അത് ഞാൻ കണ്ടുപിടിച്ചു. പോലെ വേറൊരു പാർട്ടി ഇപ്പോൾ ഒന്ന് ചോദിച്ചിരുന്നു. ഇപ്പോൾ ഒന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് പോയതേ ഉള്ളൂ. അത് പാർട്ടിക്കാരാണോ? ഞങ്ങളെ പോലെ ഡ്രസ്സൊക്കെ? അല്ല, ഒരു കഷണ്ടിയായിട്ടാണ്. അമ്പിളിക്കുട്ടൻ റീത്ത് ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ. കയ്യിലൊരു റീത്ത് ഉണ്ട്. അതെ, എവിടെ റീത്ത് കിട്ടും? പെട്ടെന്ന് അവിടെ അവന്മാരത്തിന് മുൻപ് നമുക്ക് എത്തണം. എവിടെ റീത്ത് കിട്ടുന്ന കട അറിയാമോ? നടരാജ, നിന്റെ കാര്യം കുറച്ച് കഷ്ടം. കയ്യിൽ നയാ പൈസ പോലും ഇല്ല. അതാണ് മരണത്തിന് റീത്ത് വെക്കാൻ പോണത്. അതെ, പാർട്ടി ഫണ്ടിലാണെങ്കിൽ 5 പൈസ ഇല്ല. ഉടനെ ഒരു ബക്കറ്റ് വീര് നടത്തേണ്ടി വരും. ഒരു ഉപയോഗമല്ല, കുറയണം. അങ്ങനെ മരുവിടാ കളിക്കുന്ന മുതലാളി ഉണ്ടോടാ? എന്താ കാര്യം? കാര്യം മുതലാളിയോട് പറയാം. ഉണ്ടോ ഇല്ല എന്നുള്ളത് പറഞ്ഞാൽ മതി. മുതലാളി ഉണ്ടെന്നുണ്ടെങ്കിൽ കാര്യം എൻ്റെ അടുത്ത് പറയാം. മുതലാളിയുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ. അതിപ്പോ അങ്ങനെ ഉണ്ടായി. ആർക്കെങ്കിലും ഒരാൾക്ക് പോവാം. ആര് വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോ. നീ അതിനു വേണ്ടിയൊക്കെ ആരോടാ? ഇയാളോടെ പോണു. ഒരാളെ കയറാൻ ഞാൻ കയറി പോവാം. നീ പോയിട്ട് മല കുറച്ചോളാം. ആവട്ടെ. അങ്ങോട്ട് മാറി. മുതലാളി നമസ്കാരം. ക്ലീറ്റസോ? അറിഞ്ഞില്ലേ? ഇവിടെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന മുരുകൻ മരിച്ചുപോയി. എന്തായാലും മുരുകൻ ഭാഗ്യമുള്ളവനാ. മുതലാളി ഇവിടെ ഉണ്ടായല്ലോ. ഓട്ടോറിക്ഷ ഓടിക്കുന്ന മുരുകൻ. മുരുകൻ കേട്ടിട്ടുണ്ട്. കേട്ടും മുതലാളി കണ്ടിട്ടുണ്ട്. അവൻ പെട്ടെന്ന് തട്ടിപ്പോയി.
അപ്പോ എന്തായിരുന്നു അവനെന്തോ ചെറിയൊരു നെഞ്ചുവേദന. സാരമില്ല, പോയത് പോയില്ലേ. നമുക്ക് വിഷയം അതല്ല. നമുക്ക് അത്യാവശ്യമായിട്ട് മുരുകന് ഒരു റീത്ത് വെക്കണം. അത് വേണ്ടേ? അതാണ്. അപ്പൊ അതിന് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ചില്ലറ മുതലാളി തരണം. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളി ക്ലീറ്റസിനൊരു 100 രൂപ കൊടുത്താൽ 100 രൂപ കൊടുത്താൽ. ഓ മലയാളി മരിച്ചത് നമ്മുടെ മുരുകനാണ്. നമ്മുടെ മുരുകനോ? അതെ, മുരുകൻ. ഞാൻ ഒരു തവണയെ മറ്റേ കണ്ടിട്ടുള്ളൂ. അല്ല, അത് പോട്ടെ, 100 രൂപ വർക്ക് തരും. 100 രൂപയ്ക്ക് പിന്നെ എന്ത് റീത്ത് കിട്ടാനാണ് മുതലാളി? നമുക്ക് ഒന്നുകൂടെ ഒന്ന് എന്തെങ്കിലും കൂടെ കാര്യമായിട്ട്. അവനൊരു പാവപ്പെട്ടവനല്ലേ, അവന് 100 രൂപയുടെ റീത്ത് പോരെ? അത് തന്നെ കൂടുതൽ. ആട്ടെ, ലേറ്റസ്റ്റിന്റെ ആരാ ഇവൻ മരിച്ചവൻ? നമ്മുടെ പാർട്ടിയിലെ ഒരു അനുഭവി. അത്രയല്ലേ ഉള്ളൂ. എനിക്കും അവൻ വേണ്ടപ്പെട്ടവനൊന്നുമല്ല. ഈ 100 രൂപ തന്നെ കൂടുതലാണ്. അത് പലിശയ്ക്ക് കൊടുത്താൽ 5 രൂപ പലിശ കൂടുതൽ കിട്ടും. അല്ല, ഈ 100 രൂപയുടെ റീത്താണ് വെക്കണെന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ ഒരാക്ഷേപവും ഇല്ല. അതെല്ലാവരോടും ഒന്ന് പറഞ്ഞേരെ. മുതലാളി തന്ന 100 രൂപയുടെ റീത്ത്. അപ്പോൾ ഞാൻ പറയണം, എന്തെങ്കിലും കൂടെ മാറ്റാൻ പറ്റില്ലേ? ക്ലീറ്റോയെ പോലൊരു പ്രമുഖനായിരുന്നുവെങ്കിൽ ഞാൻ വലിയ റീത്തിന് വലിയ എമൗണ്ട് തരികയില്ലേ. ഇതിപ്പം അവൻ ഒരു പാവപ്പെട്ടവനല്ലേ. 100 രൂപയുടെ മതി. 100 രൂപ. മുതലാളിക്ക് പബ്ലിസിറ്റി വേണം അല്ലേ? പബ്ലിസിറ്റി വേണമല്ലോ. ഞാൻ 100 രൂപയുടേതായ പബ്ലിസിറ്റി വേണമല്ലോ. ഞാൻ രണ്ടുപേരും അതിനു വേണ്ടി നിർത്താം. കാരണം എല്ലാവരുടെ പറയാം, ഇത് സുരേന്ദ്രൻ മുതലാളി സമർപ്പിച്ച കഷ്ടം. ഇങ്ങനെ നാണമാനല്ലാത്ത മനുഷ്യൻ എന്റെ തൊഴിൽ വിളിച്ചു പോയി. വേണ്ടായിരുന്നു ഒന്നും. ഇവിടെ നിൽക്കാനൊന്നും സമയമല്ല. നീ ഒരു കാര്യം ചെയ്യും, ആ 100 രൂപ പലിശക്ക് കൊടുത്തിട്ട് അത് കൂട്ടി വെച്ചിട്ട് നിന്റെ മുതലാളിക്ക് റീത്ത് വയ്ക്കുമ്പോൾ ഞങ്ങളെ കണക്കായിട്ട് എടുത്തോ. ഓളെ നടന്നോ? ഇതാ വരുന്നു. ഇല്ല, ഇവിടെ വർക്കി. പിന്നെ മറ്റേ 100 രൂപ ഇപ്പം തരാൻ പറ്റുമോ? അത് നിങ്ങളുടെ പാർട്ടിയുടെ അക്കൗണ്ട് നമ്പറും IFSC കോഡും ഒക്കെ ഞാൻ അതിലോട്ടങ്ങ് തരാം. നമ്മുടെ പാർട്ടിക്ക് അതൊന്നുമില്ല. നിനക്കിപ്പോൾ പെട്ടെന്ന് തരാൻ പറ്റും. എടുത്തോണ്ട് വാ. ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് ഇപ്പോൾ വരാം. ഇപ്പോൾ തുറന്ന് പിടിക്കണതിന് അക്കൗണ്ട് നമ്പർ IFSC കോഡും ഉടനെ തന്നെ ഒരു അക്കൗണ്ട് എടുക്കണം. എൻ്റെ നമ്മളെ മരണ വീട്ടിലേക്കുള്ള വഴി ഇത് തന്നെയാണോ? ആള് കണക്കൊന്നും കാണുന്നില്ല. അതൊക്കെ അങ്ങനെ തന്നെ സാറേ. വല്ല പണക്കാരാണെങ്കിൽ ഇവിടെ വണ്ടി കൊണ്ട് കടക്കാൻ പറ്റില്ല. ഇവിടെ എവിടെയല്ലേ വീട്? അടുത്ത വീടില്ല. ഇതിന് കൂട്ടി വല്ലതും കാണുന്നു. വേഗം ആവട്ടെ. നമുക്ക് ആദ്യം അതെ, അവന്മാർ റീത്ത് വെക്കണതിന് മുമ്പ് നമുക്ക് റീത്ത് വെക്കണം. അതെ, അവന്മാരെന്തോ കലിപ്പനാണോന്ന് എനിക്ക് സംശയമില്ലായില്ല. രാജ, ഞാൻ റെഡി 1 2 3 സ്റ്റാർട്ട് പറയുമ്പോൾ വിട്ടോണം. പറഞ്ഞു കലിപ്പ് തന്നെ തന്നെ ഏട്ടാ എടുത്തു സൂക്ഷിച്ചോ ഏട്ടാ. എന്തോ കലിപ്പിനുള്ള പ്രശ്നമാണ്. റെഡി 1 2 3 സ്റ്റാർട്ട്. നമ്മളെ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കാൻ നോക്കരുത്. ഞാനല്ല പ്രശ്നം, നീയാണ് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുന്നത്. ഇപ്പം മരിച്ചേക്കുന്നത് ഞങ്ങൾ അണിയാണ്. ആവശ്യമില്ലാതെ നീ പ്രശ്നം ഉണ്ടാക്കരുത്. ഉള്ള കാര്യം ഞാൻ പറയാം. നിന്റെ യാതൊരു 3 അണിയല്ലടാ. അതാ നിൽക്കുന്നില്ല 3 പേര്. വേറെ എടാ, ഞാനും അവനായിട്ടുള്ള ബന്ധം നിനക്കറിയാമോ? എന്റെ അമ്മ പ്രസവിച്ചില്ലെന്നുള്ളതേ ഉള്ളൂ. വർഷം അവന്റെ ആട്ടോയ്ക്ക് 5000 രൂപ ഓട്ടം കൊടുക്കണോ? സ്വന്തം എന്ത് ധൈര്യത്തിലാണ് ഇത് പറയണമെന്നറിയാമോ? എന്തായാലും മരിച്ചു കിടക്കണോ എനിക്കൊന്ന് പറയല്ല. സംശയം ഉണ്ടെങ്കിൽ നീ അവനെ വിളിച്ച് ചോദിച്ചോക്കണം. വിളിച്ചു ചോദിക്കാം. മരിച്ചു കിടക്കണ വിളിച്ചു ചോദിക്കാം. എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ റീത്ത് വെക്കും. നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കരുത്. ഈ വാർഡ് മെമ്പർ ഞാനാണെങ്കിൽ ഞങ്ങൾ അത് റീത്ത് വെച്ചിരിക്കും. അങ്ങനെയാണെങ്കിൽ നീ ആദ്യം ഞങ്ങളുടെ നെഞ്ചത്ത് വെച്ചിട്ട് നീ
ഇച്ചിരി വെള്ളം എടുത്തേ. എന്താ പറ്റിയെന്ന് പറ. എന്താ കോമള? ഇതെന്ത് എന്താന്ന് റീത്ത് അവിടെ വെക്കാതെ ഇങ്ങോട്ട് മരിച്ച വീട്ടിൽ പോയില്ലേ നിങ്ങള്? മരിച്ച വീട്ടിലൊക്കെ പോയി. പിന്നെന്താ ഇത് ഇങ്ങോട്ട് പോന്നേ? ഞങ്ങള് ആ മുരുകന്റെ വീടിന്റെ അടുത്ത് എത്താറായപ്പം മറ്റേ സാമൂതിരി വന്നൊക്കെയല്ലേ അമ്പളിക്കുട്ടൻ. അമ്പളിച്ചേട്ടൻ ആരും നിന്റെ ചേട്ടനായി അലവലാതി. അവ എന്റെ അവസാനം കണ്ടേ അവ അടങ്ങുള്ളൂ തോന്നുന്നു. എന്ത് മരിച്ച വീട്ടിൽ അവർക്ക് വരാൻ പാടില്ല? അവര് നാട്ടുകാരല്ലേ? അവൻ എന്തിനടി അവിടെ പറഞ്ഞത്? ഈ മരിച്ചത് ഞങ്ങളുടെ പാർട്ടിയുടെ രക്തസാക്ഷിയാ. അവൻ റീത്ത് കൊണ്ട് അവിടെ വന്നേക്കണം. അവന്റെ കുറെ തുക്കട പാർട്ടി അണികളും. ലോകത്ത് നിങ്ങൾക്ക് മാത്രം റീത്ത് വെക്കാൻ പാടും. ഇത് ഞങ്ങളുടെ അണിക്ക് ഞങ്ങളെ റീത്ത് വെക്കാൻ പാടല്ലോ. അവൻ റീത്ത് കൊണ്ട് വന്നിട്ട് അവൻ നമ്മുടെ ഇത് കളിക്കുന്നു. ഒന്നിരണ്ടും പറഞ്ഞു ഞങ്ങൾ ഒന്ന് തള്ളുമായി. അതിൻ്റെ ഇടയിൽ ആരോ എൻ്റെ കയ്യെ പിടിച്ച് തിരിച്ച്. ഞങ്ങൾ ഈ വഴക്കിൻ്റെ ഇടയിൽ ഒരു ആംബുലൻസ് ഞങ്ങളുടെ ഇടയിൽ കൂടെ പാഞ്ഞു പോകുന്നതും കണ്ട്. പിന്നെ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് മുരുകൻ്റെ ബോഡി ആംബുലൻസ് നേരെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയതാ. അവൻ്റെ ജന്മസ്ഥലം തമിഴ്നാട്ടിലാണ്. രക്തസാക്ഷിയുടെ വീട് ഏതാന്ന് പോലും അറിയില്ല. ബെസ്റ്റ് അണികള്. അത് പിന്നെ അവൻ ഇപ്പോൾ അവൻ്റെ ഈ ഒരു വീട് അവിടെയാണെന്നുള്ളത് ഞങ്ങളുടെ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോ സാരമില്ല, തമിഴ്നാട്ടിലല്ലേ, ഇവിടെ അടുത്തല്ലേ, അങ്ങോട്ട് പോകലിട്ടോ. ഹലോ, ആ പറയടാ. ഇവിടെ കുറച്ച് പ്രശ്നത്തിലാ. പറ. ഉറപ്പാണോ? സാറേ, അമ്പിളിക്കുട്ടനും കൂട്ടനും തമിഴ്നാട്ടിലേക്ക് വിട്ടു. നമുക്ക് വിട്ടാലേ? അല്ല, പോ ചെല്ല്, തമിഴ്നാട്ടിലോട്ട് പോ. കേരളത്തിലെ കഴിഞ്ഞില്ല, ഇനി അവിടെ നിന്ന് മേടിക്കും. നീ കളിക്കല്ലേ, കയറി പോതക്കം. അത് തന്നെ പറഞ്ഞ കയറി പോകണ്ട നിങ്ങള്. അതെ, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ വിട്ടോ. ഞാൻ വൈകിട്ടല്ല, ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് പാർട്ടി ഓഫീസിൽ വരാം. നമുക്ക് കൂടാ ഒരു മീറ്റിംഗ് കൂടണം. അടിയുന്നു. അപ്പോൾ ശരി സാറേ. ഭയങ്കര കഷ്ടമാണ് ക്ലീറ്റോന്റെ കാര്യം. അല്ല സാറേ, എറിയത്തെ പൈസ കൊടുത്ത് വാങ്ങിച്ചില്ലേ? പഴയ പോവല്ലേ? ഇപ്പൊ എന്ത് കിട്ടത്? Alien versus Alien.